എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്, സ്വീറ്റ് ഐറ്റമാണ്. അത് ഒരു ഹൽവ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. എല്ലാവർക്കും വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ അത് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. റവ, ഗോതമ്പ് മാവ്, പിന്നെന്താ പരിപ്പ്, അങ്ങനെ പല ഐറ്റം കൊണ്ടും ഉണ്ടാക്കാമല്ലോ. ചെറുപയർ പരിപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കാമല്ലോ. അതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു ഐറ്റം, സ്പെഷ്യൽ ഐറ്റം വെച്ചിട്ടാണ് ഉണ്ടാക്കണം. ചോളകപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഫുള്ളായി ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റും എല്ലാം പറയുന്നുണ്ട്. ഉണ്ടാക്കണ രീതിയൊക്കെ എല്ലാവരും ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ഞെക്കുക. അപ്പം ഇനി അധികം വലിച്ച് നീട്ടണില്ല. നമ്മുടെ വായയിലിട്ട് അങ്ങനെ അലിഞ്ഞു പോണ ഒരു ഹൽവയാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അടികെട്ടിയുള്ള ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് അവരുണ്ടാക്കണ ഒരു ഡിസേർട്ടാണ്. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കാനും ഒക്കെ വിരുന്നുകാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് അധികം പായസം, അങ്ങനത്തെ വല്ല ലഡു, ജിലേബി അല്ലെങ്കിൽ കേക്ക് അങ്ങനത്തെ ഒക്കെ അല്ലേ കൊടുക്കല്ലേ. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നന്നായി തലേ ദിവസം തന്നെ, ഇത് കുറച്ച് വഴറ്റാനൊക്കെ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് ഡബയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മധുരമുള്ള ഐറ്റമാണ്. അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കണത് എങ്ങനെയെന്നൊക്കെ പറയാം. അപ്പം ഞാൻ കറക്റ്റ് അളവൊക്കെ അപ്പോൾ പറയാം കേട്ടോ. ഉരുക്കാത്ത നെയ്യ് അരക്കപ്പ് കേട്ടോ. നെയ്യ് വല്ലാതെ പിശുക്കരുത്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഹൽവ ആ ടേസ്റ്റ് വരില്ല. നെയ്യിൻ്റെ ഇതൊക്കെ ഒന്ന് മുന്നിലേക്ക് നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ഹൽവ കുറച്ച് ടേസ്റ്റി ആവുക. അരക്കപ്പ് നെയ്യിട്ടതിന് ശേഷം അത് നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ഇടണത് 1 ടേബിൾ സ്പൂണ് റവയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ കടലമാവും. ഇതെന്തിനാണ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചോളകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഭയങ്കര നൈസ് പൊടിയാണ്. അപ്പോൾ നൈസ് പൊടിയാവുമ്പോൾ അത് നമ്മൾ ഹൽവയായി വരുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഭയങ്കര സോഫ്റ്റായി വരും. അപ്പോൾ അതിനൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ റവ ചേർക്കണം. പിന്നെ കടലമാവ് ഇടുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ വരും. അതിനൊരു മൂത്തൊരു മണം വരട്ടെ നെയ്യിൽ കിടന്നിട്ട്. അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ചോളകത്തിൻ്റെ പൊടി ചേർക്കാൻ. ചോളകത്തിൻ്റെ പൊടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊക്കവട അങ്ങനെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടണ കോൺഫ്ലോർ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അറിയുന്നുണ്ടാവും ചോളകപ്പൊടി പുട്ടുപൊടിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചോളകപ്പൊടി കോൺ പൗഡർന്ന് എഴുതിയിട്ടുണ്ടാവും. കോൺഫ്ലോർ അല്ല. കോൺഫ്ലോർ പറഞ്ഞാൽ വൈറ്റ് കളറിലാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു പുകഞ്ഞ് നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതാണ് ചോളകപ്പൊടി. യെല്ലോ കളറിലാണ് ഉണ്ടാവുക. ഇതിട്ടു 1 കപ്പാണ്. 1 കപ്പിൻ്റെ അളവാണെന്ന് ഞാൻ പറയണം കേട്ടോ. 1 കപ്പാണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ നമ്മൾ ഇതിൽ ഇത് രണ്ടും റവയും കടലമാവും. ഇനി ഇത് നെയ്യിൽ കടന്നിട്ട് നല്ലൊരു കളറും നല്ലൊരു മണവും വരും. നെയ്യ് കമ്മിയാക്കിയിട്ട് ഇതാക്കുക, അല്ലെങ്കിൽ വേഗം ടെക്സ്ചർ മാറിയിട്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിവിടെ ആവണോടൊപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പ് തയ്യാറാക്കണം. പഞ്ചസാരപ്പാനി ശരിയാക്കണം. അപ്പോൾ 1 കപ്പ് കടലമാവ് എന്നാണ് പറയണം. 1 കപ്പ് ചോളകപ്പൊടിയിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ സിറപ്പ് അപ്പുറത്ത് ശരിയാക്കാം കേട്ടോ. 1 കപ്പ് പഞ്ചസാര, ഇതേ കപ്പളവിൽ തന്നെ 1 കപ്പ് വെള്ളവും, 1 കപ്പ് വെള്ളം. ഇത് ഒരു നൂൽ പരുവം അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. ഇത് നന്നായി തിളച്ച് നമ്മളുടെ പഞ്ചസാര മൊത്തം അരിഞ്ഞ് ചേരേ വേണ്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മളുടെ ഇവിടെ ചോളകത്തിൻ്റെ ഇത് ഇടയ്ക്ക് ഇളക്കണം. അപ്പോൾ ഈ
പഞ്ചസാരപ്പാനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് അവിടെ തിളച്ച് നന്നായി പഞ്ചസാരയൊക്കെ ഉരുകി നന്നായി ഇതായി വരട്ടെ. അപ്പോൾ നമ്മളുടെ ഇപ്പുറത്ത് മറ്റത് കറക്റ്റ് ടെക്സ്ചർ ആവണോടനുസരിച്ചിട്ട് നമ്മുടെ പഞ്ചസാരയും പാനിയായി കിട്ടും. അതാണ് അത് ഒപ്പം വെച്ചത്. അപ്പോൾ നമ്മളുടെ ചോളകത്തിൻ്റെ പൊടിയുടെ കളറ് കണ്ടോ, അതന്നെയാണ്, ആ യെല്ലോ തന്നെയാണ്. ഇത് മാറി വരും, ഒരു ഗോൾഡൻ ഒരു ബ്രൗൺ ആയിട്ട് വരട്ടെ. അപ്പം മണമൊക്കെ നല്ലൊരു ഈ പച്ചമണം ഉണ്ടല്ലോ ഇതൊക്കെ പോയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു മണമായി വരും. അതുവരെ നമ്മൾ കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പക്ഷെ നെയ്യ് നമ്മൾ അരക്കപ്പ് ചേർക്കൊണ്ട് പ്രശ്നമില്ല, അത്ര വേഗമൊന്നും ഇതായി പോവില്ല. അപ്പം അതിൻ്റെ കട്ട നന്നായി ഉടച്ചു കൊടുക്കണം കേട്ടോ, കട്ട പിടിക്കാൻ അനുവദിക്കരുത്. ഇടയ്ക്ക് മറ്റേ പഞ്ചസാരപ്പാനി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തീ ഞാൻ നല്ല ലോയിലാണ് കേട്ടോ വെച്ചെന്ന്. മൾട്ടി ടാസ്കിംഗ് ഒക്കെ ആകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇത് തവണേനെ അനുസരിച്ചിട്ട് അപ്പുറത്തെ ഗ്യാസിൽ വെച്ച സാധനമൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതാണ് പറയണത്. അപ്പോൾ അതൊന്നും നമ്മൾ ഒഴിച്ച നെയ്യ് കണ്ടില്ലേ വിട്ട് വരണപ്പോൾ ഒന്ന് ലൂസാവാൻ തുടങ്ങി. ആദ്യം കട്ടി പോലെ ഉണ്ടായിരുന്നത്, അപ്പോൾ അതങ്ങനെ ലൂസായി വരുന്നതൊന്ന്. ഈ കളറും ടെക്സ്ചറും ഒക്കെ മാറി വരട്ടെ. കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ പല കടലമാവ് കൊണ്ട് ലഡ്ഡു ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതൊക്കെ കാണിച്ചില്ലേ ഞാൻ, കുറേ സ്വീറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് മാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കലുണ്ട് നമ്മൾ ഹൽവ, സൂചി കൊണ്ട് അല്ല റവ കൊണ്ട് ഉണ്ടാക്കലുണ്ട്. ഇതൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാരപ്പാനി നോക്കിയേക്കാം, ഞാൻ തീ ഓഫ് ചെയ്തു. പഞ്ചസാര മൊത്തം അലിഞ്ഞ് തിളച്ച് ഇതായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പുറത്തെ നമ്മളുടെ ആവണേ ഉള്ളൂ, ഇതാ ആവണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരപ്പാനി അവിടെ ഓൾറെഡി അലിഞ്ഞ് റെഡി ആയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് നട്ട്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിസ്ത ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ചോപ്പ് ചെയ്ത് വെക്കണം. അതും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഒന്ന് ഇളക്കണം. ഞാനവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ബദാമും പിസ്തയാണ് എടുത്തിരിക്കണം. നിങ്ങൾക്ക് കാഷ്യൂനട്ട് പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ വാൾനട്ട്, അതൊക്കെ ഇടാം കേട്ടോ. അതിനനുസരിച്ചിട്ട് ഏതൊക്കെ ചേർക്കാം. അപ്പോൾ അതാ നല്ലൊരു കളറും നല്ലൊരു മണവും വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നന്നായി പുക വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ. ഈ ഒരു കളറ് കണ്ടോ, ഗോൾഡൻ ബ്രൗൺ ആയി നമ്മുടെ നേരത്തെ മഞ്ഞ കളറൊക്കെ പോയിട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പാനി മെല്ലെ വേണം ഒഴിക്കാൻ. നമ്മുടെ കടായി ഇങ്ങനെ നന്നായി ചുട്ടുപഴുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല കാല് നീട്ടുള്ള ഒരു പാനാണ് കേട്ടോ എടുത്തിരിക്കണം. അപ്പോൾ ഒരു കുറച്ച് ദൂരത്ത് നിന്നിട്ട് വേണം, കുറച്ച് ഡേഞ്ചറാണ്, സൂക്ഷിച്ചിട്ട് വേണം ഒഴിക്കാൻ. എന്താ വെച്ചാൽ മെല്ലെ മെല്ലെ ഒഴിക്കുക. എല്ലാം കൂടി ഒന്നിച്ചെടുക്കുമ്പോൾ മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഫുള്ള് ഒഴിക്കാം കേട്ടോ. ഇതിൽ കടന്നിട്ടൊന്ന് നന്നായി വെന്ത് പരുവാവട്ടെ. ഇനി വേഗം കട്ട കെട്ടാതെ വേഗം ഇളക്കി കൊടുക്കുക. ഇതിൽ കടന്നിട്ടൊന്ന് നന്നായി വെന്ത് കുറുകി വരട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ കേട്ടോ. നന്നായി വിട്ട് വരാൻ തുടങ്ങി, അതായത് ഇത് വെന്ത് നന്നായി ഇതിൽ യോജിച്ചു എന്ന് കേട്ടോ അർത്ഥം. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഇലൈച്ചിയുടെ ഏലക്കായയുടെ പൊടി കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് മാത്രം ഒന്ന് തുളിക്കണേ ഉള്ളൂ കേട്ടോ പൊടി. വല്ലാതെ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ചിട്ടു. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇടാൻ പോണത് ഒരു റോസിൻ്റെ എസൻസ്, വൈറ്റ് റോസിൻ്റെ എസൻസ് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അത് ഒരു തുള്ളി ഒട്ടിച്ചുള്ളൂ, അധികം ഒട്ടിക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. ഇനി ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇത് നെയ്യാണ് മുകളിൽ, അത് ഇതിൽ ചേരും. ഇത് ആറി വരുമ്പോഴേക്ക് ഇത് ചേരും. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി നെയ്യും ഇതും കൂടി ചേർന്ന് വരും കേട്ടോ.
ഇനി ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇളക്കിയെടുക്കാം. ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് നന്നായി നന്നായി ചേർന്ന് വരും. ഇതുണ്ടോ, അതൊന്ന് വിട്ടു പോരുന്നുണ്ടോ, അങ്ങനെ ഒരു പരുവം വേണം. ഇതിൽ നെയ്യ് നമ്മളൊന്ന് കമ്മിയാക്കി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കൈ വിടാതെ ഇളക്കേണ്ടി വരും. ഇതിപ്പോൾ എത്ര ദിവസം വേണമെച്ചാൽ കേട് വരാതെ ഇരിക്കും. അങ്ങനെ അത് കണ്ടോ, നമ്മൾ ഇട്ട എന്താ പറയുക, ചോളകപ്പൊടിയുടെ കളറേ അല്ല, ഗോൾഡൻ ബ്രൗൺ ആയി. ഇതിപ്പോൾ ഏത് സാധനം കൊണ്ടുള്ള ഹൽവയാണെന്നുള്ളത് മനസ്സിലാവുകയില്ല. ഗോതമ്പ് മാവാണോ റവയാണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിസ്ത ബദാമൊക്കെ. വേണ്ട, അങ്ങനെ കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നന്നായി മിക്സിയിൽ പൊടിക്കൊന്നും വേണ്ട, അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കും. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. അവർക്കൊക്കെ സ്കൂൾ പൂട്ടിയിരിക്കുകയാണ്, അവർക്കൊക്കെ ഉണ്ടാക്കൂ. പിന്നെ നല്ല ഹെൽത്തിയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ഇത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.